എനി വുമൺ ബൈ കാതറിൻ ടൈനാൻ. കാതറിൻ ടൈനാൻ ഒരു ഐറിഷ് പോയിറ്റാണ്, നോവലിസ്റ്റാണ്, റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ബല്ലാഡ്സ് ആൻഡ് ലിറിക്സ്, ഐറിഷ് ലവ് സോങ്സ്, കുക്കു സോങ്സ്, മിറാക്കിൾ പ്ലേസ് എക്സെട്ര ആർ സം ഓഫ് ഹർ ഇമ്പോർട്ടൻറ്റ് പോയംസ്. 20-ൽ കൂടുതൽ നോവൽസ് എഴുതിയിട്ടുണ്ട്. 7 ബുക്സ് ഓഫ് വേഴ്സ് ഉണ്ട്. Her works were deeply rooted in Irish nationalism and Roman Catholicism. അപ്പോൾ കാതറിൻ ടൈനാൻ്റെ ഭൂരിഭാഗം വർക്കുകളും ഐറിഷ് നാഷണലിസം അതുപോലെ തന്നെ റോമൻ കത്തോലിസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. She wrote extensively on social issues, particularly those affecting women, and her poetry often explored themes of Irish identity and the natural world. അപ്പോൾ കാതറിൻ ടൈനാൻ ധാരാളമായി സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. അതുമാത്രമല്ല അവരുടെ പോയട്രി ഐറിഷ് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ നാച്ചുറൽ വേൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീംസാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എനി വുമൺ ബൈ കാതറിൻ ടൈനാൻ. ഈ ഒരു കവിതയാണെങ്കിൽ കാതറിൻ ടൈനാൻ്റെ പോയട്രി ബൈ വുമൺ ഇൻ അയർലാൻഡ് എന്നൊരു ആന്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദ പോയം പ്രസൻസ് ദ ആൾ എംബ്രേസിംഗ് പവർ ഓഫ് എ വുമൺ ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്താനുള്ള സ്ത്രീകളുടെ ആ ഒരു കഴിവിനെ കുറിച്ചാണ് ഈ ഒരു കവിത വർണ്ണിക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് 6 സ്റ്റാൻസാസ് ഈച്ച് വിത്ത് 4 ലൈൻസ്. 6 സ്റ്റാൻസ ഉണ്ട്, 4 വരികളാണ് ഓരോ സ്റ്റാൻസയിലും ഉള്ളത്. ദ ട്യൂൺ ഓഫ് ദ പോയം ഈസ് സീരിയസ്, സോബർ ആൻഡ് സൊള്ളം. അപ്പോൾ ഈ ഒരു കവിതയുടെ ട്യൂൺ വളരെയധികം സീരിയസ് ആണ്. പിന്നെ സൊള്ളം, അതായത് ഇതിൽ സ്ത്രീകളുടെ ആ ഒരു പവറിനെ, അതായത് ഒരു കുടുംബത്തിനെ മുന്നോട്ട് നയിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവിനെ പുകഴ്ത്തുന്ന ഒരു കവിതയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ അനലൈസിസിലോട്ട് പോകാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ എറ്റർലി. അപ്പം ഇതിൽ കവി പറയുകയാണ്, ഒരു കുടുംബത്തിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ പില്ലേഴ്സ്, തൂണുകളാണ്, ആർച്ചിൻ്റെ കീ സ്റ്റോൺ ആണ്. ആ ഒരു സ്ത്രീ അവിടെ ഇല്ലെങ്കിൽ ആ ഒരു ചുമരും റൂഫും എല്ലാം ഇടിഞ്ഞു വീണ് ആ ഒരു ഹൗസ് ഫുൾ നശിക്കും എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് സ്റ്റാൻസ കാണിക്കുന്നത് ഒരു കുടുംബത്തിനെ ഒരുമിച്ച് നിർത്താനുള്ള ആ ഒരു സ്ത്രീകളുടെ ആ ഒരു പവറിനെ കുറിച്ചാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസ പറഞ്ഞ് തുടങ്ങുന്നത്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, I am the light of the good sun. I am the heat that warms the earth, which else ever colder than a stone. അപ്പം ഒരു സ്ത്രീ എന്ന് പറയുന്നത് അടുപ്പിലെ തീ പോലെയാണ്. ഫയർ അപ്പോൺ ദ ഹെർത്ത്, സൂര്യനിൽ നിന്നുള്ള പ്രകാശം പോലെയാണ്. ഭൂമിയുടെ താപം നിലനിർത്തുന്നത് ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഭൂമി വെറും ഒരു തണുത്ത് മരവിച്ച കല്ലാകുന്നു എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. അടുത്തതിന് തേർഡ് സ്റ്റാൻസയിലോട്ട് പോകാം. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്. അപ്പം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയിൽ നിന്നാണ് കുട്ടികൾ ചൂട് എടുക്കുന്നത്, അല്ലെങ്കിൽ അമ്മയാണ് കുട്ടികൾക്ക് ചൂട് പകരുന്നത്. ഐ ആം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. അവരുടെ ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകാശം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ. വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. ഇപ്പോൾ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഹെർത്ത് സ്റ്റോൺ എന്ന് പറയുമ്പം അടുപ്പ് കല്ല്, അത് തണുത്തുറഞ്ഞു പോകും. അതായത് സ്ത്രീകളാണല്ലോ സാധാരണ വീടുകളിൽ തീ കത്തിക്കുകയും പാചകം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ അടുപ്പിലാരും തീ കത്തിച്ച് പാചകം ചെയ്യില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. അപ്പം കുട്ടികൾ വളരത്തുമില്ല, കാരണം ഭൂരിഭാഗം വീടുകളിലും സ്ത്രീകളാണ് കുട്ടികളുടെ കാര്യം നോക്കുന്നത്, അവർക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നത്. അപ്പം സ്ത്രീ ഇല്ലെങ്കിൽ അവിടെ ഭക്ഷണം പാകം ചെയ്യത്തുമില്ല, കുട്ടികൾ വളരത്തുമില്ല എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. I am the twist that holds together the children in its sacred ring, their knot of love, from whose close tether no lost child goes a wandering. അപ്പം കുട്ടികളെ ഒരുമിച്ച്
അവരുടെ ആ ഒരു സാക്രഡ് റിങ്ങിൻ്റെ അകത്ത് പിടിച്ചു നിർത്തുന്ന ആ ഒരു ട്വിസ്റ്റ്, ആ ഒരു കെട്ട് അല്ലെങ്കിൽ ആ ഒരു കയർ എന്ന് പറയുന്നത് സ്ത്രീയാണ്. ദർ നോട്ട് ഓഫ് ലവ്, അവരെ ബന്ധിച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ കെട്ട് എന്ന് പറയുന്നത് അമ്മ അല്ലെങ്കിൽ സ്ത്രീയാണ്. ആ ഒരു ക്ലോസ് തെതർ, അതായത് ആ ഒരു തെതർ എന്ന് പറഞ്ഞാൽ കയർ. അപ്പോൾ ആ ഒരു കയറ് പൊട്ടിച്ച് ഒരു കുട്ടികളും അനാഥരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കത്തില്ല. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, ഐ ഡക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ്, വാർപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. അപ്പം ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മയാണ് ഒരു വീട്, അതിൻ്റെ ഫ്ലോർ തൊട്ട് റൂഫ് വരെ അവിടുത്തെ ചുമരുകൾ അലങ്കരിക്കുന്നത്. ദ ബോർഡ് ഐ സ്പ്രെഡ്, ദ ബോർഡ് ഐ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഫാമിലിയിലുള്ള മറ്റ് ആൾക്കാർക്ക് വേണ്ടി ആഹാരം പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ടേബിൾ അലങ്കരിക്കുന്നതും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളാണല്ലോ ഒട്ടുമിക്ക വീട്ടിലും ഭക്ഷണം പാകം ചെയ്യുന്നതും മേശപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർ കഴിക്കാൻ വേണ്ടി വരുന്നത്. ഐ സ്പിൻ ദ കർട്ടൻസ്, വാർപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ഡൗൺ ടു ബി ദെയർ ബെഡ്. അപ്പം കർട്ടൻസ് മടക്കുന്നത് ഞാനാണ്. വാർപ്പ് ആൻഡ് വൂഫ്, വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുമ്പം ഊടും പാവും. ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്, ഇപ്പോൾ കുട്ടികളെ കൊണ്ട് കട്ടിലിൽ ഉറക്കാൻ കെടുത്തുന്നത് ഞാൻ. ഐ ആം ദെയർ വാൾ അഗെയിൻസ്റ്റ് ആൾ ഡേഞ്ചർ, എല്ലാ അപകടങ്ങളിൽ നിന്നും കുട്ടികളെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കുന്നത് അമ്മ അല്ലെങ്കിൽ സ്ത്രീയാണ്. ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, ഇപ്പോൾ കുട്ടികളെ മഞ്ഞിൽ നിന്നും കാറ്റിൽ നിന്നും രക്ഷിക്കുന്നത് ഞാനാണ്. ദോ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അപ്പം ദോ ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, മാങ്കർ എന്ന് പറഞ്ഞാൽ പാത്രം എന്നാണ് അർത്ഥം. അപ്പം ദോ യു, ഹൂം എ വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, നിന്നെ ഒരു സ്ത്രീ മാങ്കർ പാത്രത്തിൽ വെച്ചിട്ടില്ലേ. ഇവിടെ ജീസസ് ക്രൈസ്റ്റിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ മാതാവ് മേരി തൊഴുത്തിൽ ജീസസ് ക്രൈസ്റ്റിനെ അവിടുത്തെ ഈ കന്നുകാലികൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലാണ് ജീസസ് ക്രൈസ്റ്റിനെ ജനിക്കുമ്പോൾ വയ്ക്കുന്നത്. അവർക്ക് മറ്റ് തുണികളോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് വൈക്കോല് വെച്ച് അതിൻ്റെ അകത്താണ് ജീസസ് ക്രൈസ്റ്റിനെ വയ്ക്കുന്നത്. അപ്പം ഇവിടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മ ജീസസ് ക്രൈസ്റ്റിനെ എങ്ങനെയാണോ കെയർ ചെയ്തിരുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ഉമ്മണം തൻ്റെ കുട്ടികളെ കെയർ ചെയ്യുന്നത്. ഇവിടെ ഒരു അല്യൂഷൻ, ഒരു ബൈബിളിക്കൽ അല്യൂഷൻ അല്ലെങ്കിൽ ഒരു പേരൽ, അതായത് ജീസസിൻ്റെ അമ്മ ആയ മേരിയും ഈ ഒരു കവിതയിൽ ആ ഒരു സ്ത്രീയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുകയാണ്. എങ്ങനെയാണോ ജീസസിൻ്റെ അമ്മ പ്രൊട്ടക്റ്റ് ചെയ്തത് അതുപോലെയാണ് എല്ലാ കുടുംബത്തിലെയും അമ്മമാർ അവരുടെ മക്കളെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും എന്ന് ഇവിടെ കാണിക്കുന്നു. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അപ്പം ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുട്ടികൾ വളരുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം, എനിക്കൊരാപത്തും വരുത്തരുത്. പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റാൻസയുടെ ഒരു സമ്മറി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.